നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് അടുത്ത 72 മണിക്കൂറിനുള്ളിൽ എന്താണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. 72 മണിക്കൂർ. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. 1, 2, 3. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ 1, 2, 3 സെലക്ട് ചെയ്തോളൂ. പിന്നെ അടുത്ത നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും സംഭവിക്കുന്നത്, അത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താണ് വരുന്നത്, പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസും അവസാനം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തോ. ഭഗവാനെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ശിവ ശിവ ശിവ. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് അടുത്ത 72 മണിക്കൂറിൽ എന്താണ് വരുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഉദ്ദേശം. ഭഗവാനെ, ഓം ശിവായ, ഓം ശിവായ, ഓം ശിവായ, ഓം ശിവായ. ഒരു പ്രാവശ്യം കൂടി ഷഫിൾ ചെയ്തിട്ട് നമുക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭഗവാനെ, ഓക്കെ. ഇവിടെ വന്നേക്കുന്നത് 3 കാർഡ്സ് ആണ്. ഒന്ന് കുണ്ടലിനി യോഗ, ഹാർമണൈസ് യുവർ 7 ചക്രാസ്. അപ്പോൾ നിങ്ങളുടെ ചക്രാസിൽ ബ്ലോക്ക് ഉണ്ട്, 7 ചക്രാസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ നിന്നാണ് യോഗ പറയുന്നത്. അപ്പോൾ അത് ബ്ലോക്ക് ഉണ്ട്, അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങൾ ആ സമയം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പ് വരും, അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലവ് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ആ സമയം ആകുമ്പോഴത്തേക്കും അതൊക്കെ മാറിപ്പോകും, പ്രശ്നങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണം. എന്തിനാണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാർഡ്സാണ് പറയുന്നത്, വന്നത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. സ്ട്രെങ്ത് ആണ്, ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയണിനെ ഒരു സ്ത്രീ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, മെരുക്കിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈഗോ ആണ്, ഈഗോ, ഇൻസെക്യൂരിറ്റി. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സും ഈ ഇൻസെക്യൂരിറ്റീസും എല്ലാം നമ്മൾ മറച്ചു വെക്കുക ആണ് ചെയ്യുന്നത്. ആരും അറിയരുത്, കാരണം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് ഞാൻ പരസ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഉള്ളിലുള്ള വീക്ക്നെസ്സും എൻ്റെ ഉള്ളിലുള്ള പേടിയും ഇൻസെക്യൂരിറ്റീസ് ഒന്നും ആരും അറിയരുത്, അപ്പോൾ എന്നെ വില വയ്ക്കില്ല. അപ്പോൾ നല്ല ഈഗോ ഉള്ള ഒരു എനർജിയാണിത്. രണ്ടാമത്തേത് പറയുന്നത് ഒരാൾ റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഒരാൾ മറ്റേ ആളെ കൺട്രോൾ ചെയ്യാൻ നോക്കുമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അവർ വിചാരിക്കുന്ന തരത്തിൽ നടക്കണം എന്ന് ശാഠ്യമുള്ള ഒരു എനർജി പോലെ. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. അങ്ങനെ അവർ സാധ്യത്തിന് വേണ്ടി ഏത് വഴിയും അവർ നോക്കും എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. എപ്പോഴും വഴക്കാണോ, പിടിവലി നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ 4 ഓഫ് പെന്റിക്കിൾസ്, പണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിടിവലിയാണ്. പണത്തിന് നിന്റെ പണം എൻ്റെ പണം എന്ന ഒരു പ്രശ്നമുള്ള പോലെ. ഒരാൾക്ക് അയാൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിയാണ്. കൂടെയുള്ള ആൾ ജോലിയുള്ള ആളാണെങ്കിൽ അയാൾ മുഴുവനും ചിലവ് നോക്കണം. ഈ പേഴ്സൺ ഒരു പൈസയും ചിലവാക്കില്ല എന്നൊരു സിറ്റുവേഷൻ ഒന്ന്.
രണ്ടാമത്തത് പണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, പണം ഉള്ളത് കൊണ്ടാണ് കൂടെ നിൽക്കുന്നത് രണ്ടുപേരും എന്ന് കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. പിന്നെ ആര് പണം ചെലവാക്കണം, ആര് ചെലവാക്കരുത്, മനസ്സിലായി, ഒരാളുടെ ചെലവുകൾക്ക് ഒരാൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് പോലെയും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും മാനസികമായി ഇവിടെ ഇമോഷൻസ് ഒന്നും കാണിക്കുന്നില്ല, ഇവിടെ പണത്തിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വോൺസ് ആണ്. അപ്പോൾ എന്താ പറയുക, ഒരു അടിപിടിയാണ്, മനസ്സിലായ, ചിന്തകളല്ല, ഇത് പ്രവർത്തിക്കുകയാണ്, തമ്മിലടിയാണ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു എനർജിയാണ്, ഇപ്പോൾ പിടിവലിയാണ് നിങ്ങൾ തമ്മിലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? ഒരു 5 ഓഫ് പെന്റാക്കിൾസ് കണ്ടു ഞാൻ. നമുക്ക് നോക്കാം. ചില സമയത്ത് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ, രണ്ടുപേര് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് ചിലവാക്കണം റിലേഷൻഷിപ്പിൽ, അല്ലേ? ചിലർ അങ്ങനെ ചെയ്യില്ല. ചിലർ മറ്റേയാളെ കൊണ്ട് എല്ലാ ലോണും എടുപ്പിക്കും. കാറ് വാങ്ങിക്കുന്നത് അയാളുടെ ലോണിൽ, വീട് വയ്ക്കുന്ന അയാളുടെ ലോണിൽ, എന്ത് പേഴ്സണൽ ലോൺ എടുക്കുന്നതോ അവരുടെ ലോണിൽ. ഈ പേഴ്സണിൻ്റെ തലയിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും വരരുത് എന്നൊരു സിറ്റുവേഷൻ കൂടെ ഇവിടെ കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ നടക്കുന്നത്? ഒരാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അയാൾക്ക് ഇടവും വലവും തിരിയാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്ത് തീരുമാനമെടുക്കണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനും കൂടെ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരാൾ, പക്ഷേ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എന്ന് വെച്ചാൽ ഒരാൾ ഭയങ്കര ഇമോഷണലി ബാലൻസ്ഡ് ആയ ഒരാളാണ്. മറ്റേ ആൾക്കൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ള പോലെയും കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ പേഴ്സൺ സമ്പാദിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ട് വെറുതെ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് മറ്റേ ആൾ, സ്വന്തം പൈസ ഒട്ടും ചിലവാക്കാതെ. അങ്ങനത്തെ ഒരു എനർജിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മീൻസ് പൈസ മുഴുവനും ഒരാൾ ചിലവാക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നതിനൊരു പരിമിതി ഉണ്ട്, അല്ലേ? ഓഫീസിൽ വല്ലതും ജോലി ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഒരു എന്താ പറയുക സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ഈ സ്കില്ല് കൊണ്ട് ഇപ്പോൾ ഉള്ള ജോലി കൊണ്ട് സമ്പാദിക്കുന്നത് വളരെ കുറവാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജോലി, പ്രൊമോഷനോട് കൂടിയ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജോലി കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജോലിയിൽ സാലറി കുറവാണ്, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ ഗ്യാരണ്ടി ഇല്ലല്ലോ, നമ്മൾ പുതിയതായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ജോലി കളയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ഒരു ബെറ്റർ ജോലി നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് ഇവിടെ. അത് നഷ്ടപ്പെട്ടു പോയാലോ, ഇതുമില്ല അതുമില്ല എന്ന മട്ടില്ല ഇപ്പം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്നാലേ, പക്ഷേ ഈ ടെൻഷനൊന്നും ഈ പേഴ്സൺ പുറത്ത് കാണിക്കുന്നില്ല, എല്ലാം ഉള്ളിലടക്കി പ്രശ്നങ്ങൾ. അപ്പോൾ കൂടെയുള്ള ആൾ ഇതൊന്നും അറിയുന്നില്ല. കൂടെയുള്ള ആൾ ഈ പേഴ്സൺ സമ്പാദിക്കുന്ന അടിച്ച് പൊളിച്ച് ചില മീൻസ് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാർ, എൻ്റെ പുള്ളിയുടെ അടുത്ത് എപ്പോഴും പൈസയാണ്, ഒരു പ്രശ്നമില്ല. അതേസമയം ആ പേഴ്സണ് പൈസയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടിക്കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ തിരിയുകയും ചെയ്യും, മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും വരുമാനത്തിൽ കൂടുതൽ പൈസ കൊണ്ടുവരുമ്പോൾ നമ്മൾ അന്വേഷിക്കണം എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വരുമാനം അറിയണം, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതാണോ നമ്മളുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, മനസ്സിലായോ? അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ലാവിഷാണ്. ഈ പേഴ്സണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഈ സമ്പാദിക്കുന്ന ആളുടെ പ്രശ്നം മറ്റേ ആൾക്ക് അറിയണ്ട. അയാൾക്ക് ഫ്രണ്ട്സിന് പൈസ അത്യാവശ്യം കടം കൊടുക്കുക, ഇതൊക്കെയാണ് അയാളുടെ മെയിൻ ഹോബി. മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി കാണുക. വീട്ടിൽ പട്ടിണിയായാലും പൈസ ഇല്ലെങ്കിലും, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല കുട്ടികൾക്ക്, ഇതൊന്നും ഈ പേഴ്സൺ ഒരു പ്രശ്നമേ അല്ല എന്നാണ് പറയുന്നത്. സ്കോർപിയോ സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മളിതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്നത്.
എന്താണ് ഇനി വരുന്നത്? 72 മണിക്കൂറിനുള്ളിൽ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നത്? ഇവിടെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി, റിലേഷൻഷിപ്പിൽ ഇനി വരുന്നത്? എന്താണ് വരുന്നത്? നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരു പുതിയ ഒരാളെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഫ്രണ്ടായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഓഫർ വരാൻ പോകുന്നുണ്ട്. എന്തായാലും നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് നന്നായിട്ട് വ്യത്യാസം വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഗുഡ് ലക്കാണ് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇനി വരുന്നത് വെച്ചാൽ, പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഈ വരുന്ന 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ കാർഡൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ജോലി ചോദിച്ചിട്ടുണ്ടെങ്കിലും, ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ലോൺ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവ് ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം മാറാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം ഒരു 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവണം. പിന്നെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സേവിങ്സ് ആണ് കൺസർവേഷൻ. നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ 1%, ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞത്, ഇപ്പം നമുക്ക് കിട്ടുന്ന പൈസയുടെ 40% നമ്മൾ സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. വളരെ നല്ല ഉപദേശമാണത്. പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്യുന്നത് എല്ലാവരും അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സേവ് ചെയ്യുന്ന പൈസ അറിയുമ്പോൾ അത് നമ്മൾക്ക് സേവിങ് ആണെങ്കിൽ മറ്റേ ആൾക്ക് അത് സ്പെൻഡിങ് മണിയാണ്. അയാൾ ഒരിക്കലും അത് സേവിങ് ആയിട്ട് കാണില്ല. അപ്പം നിങ്ങൾ ഈ സേവിങ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കാണെങ്കിൽ അയാൾക്ക് എനിക്ക് തരാൻ പറ്റില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ ആളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇത് കള്ളത്തരമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കള്ളത്തരമാണോ? ഇല്ല. നമ്മൾ ഫ്യൂച്ചർ സേഫ് ആക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 40% നിങ്ങൾ സേവ് ചെയ്യുക ഇതിൽ. കാരണം നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഓവർ സ്പെൻഡിങ്, ഈ പേഴ്സൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല. മനസ്സിലായി? അപ്പോൾ ഇന്നത്തെ പൈസ ഇന്ന് കിട്ടുന്ന 1000 രൂപയുടെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ നാളെ പൈസ എവിടെ നിന്ന് വരുന്നെന്ന് ഈ പേഴ്സൺ അറിയണ്ട. പൈസ വരണം, അത്രേ ഈ പേഴ്സൺ അറിയുള്ളൂ. നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കുന്നുണ്ട്. നിങ്ങളാണ് ഇവിടെ സ്ട്രെസ് എടുക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ കാര്യത്തിനെ കുറിച്ച് ആരോടും പറയേണ്ടത് 4 of Swords ആണ്. ഇത് ആക്ഷൻ, വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ ഇതിലേക്ക് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ പൈസയുടെ ഇപ്പം മാസം നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 40% നിങ്ങൾ മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ സീക്രട്ട് ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ സീക്രട്ടാണ്. നിങ്ങൾക്ക് ആ സീക്രട്ട് വെക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. യൂണിവേഴ്സ് പറയുന്നത് ഈ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. നിങ്ങളായിട്ട് എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കുക. കാരണം തലവേദന നിങ്ങൾക്കാണ് വരുന്നത്. നാളെ പൈസ എവിടെ നിന്ന് വരുന്നത് നിങ്ങളാണ് ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്. ആ പേഴ്സൺ ഒരു ടെൻഷനും ഇല്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഓഫർ വരുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കോഷ്യസ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഇത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. അതുപോലെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ പെരുമാറണം എങ്കിലും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാനെ? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? സ്ട്രെങ്ത്തും ഓക്കെ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ഈ ചിലർക്കുണ്ടല്ലോ, ആരെങ്കിലും മറ്റുള്ളവരോട് നോ പറയാനും, മറ്റുള്ളവരോട് നുണ പറയുന്നതിന് പകരം സത്യം മറച്ചു വെക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അതൊന്നും മിക്കവർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അങ്ങോട്ട് പച്ചയായിട്ട് എല്ലാ കാര്യവും അങ്ങ് പറയും. മനസ്സിലായി? പറഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എങ്ങനത്തെ ആളാണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് മിസ്യൂസ് ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തു പറയണം എന്തു പറയണ്ടെന്നറിയില്ല.
എന്തൊക്കെ നമ്മൾ സീക്രട്ടായിട്ട് വെക്കണം, എന്തൊക്കെ നമ്മൾ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവില്ല. യൂണിവേഴ്സ് പറയുന്നത് അത് ആദ്യം നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്, അല്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി അവർ ഭർത്താവാണെങ്കിൽ വീടൊന്നും നോക്കാത്ത ഒരു എനർജി ആയിരുന്നു, 2 പെൺകുട്ടികളും. അപ്പോൾ അവരൊരു വീട് വാങ്ങിക്കണം എന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവർക്ക് ജോലിയുണ്ട്, 2 പേർക്കും ജോലിയുണ്ട്, പക്ഷെ ഭർത്താവിൻ്റെ കാര്യം വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവര് വീട് വെക്കണമെന്ന ആൾക്കാർ 2 പെൺകുട്ടികളല്ലേ, അപ്പോൾ നാളെ എന്താവും എന്ന് അവർക്കറിയില്ല. അവരെന്നിട്ട് ഭർത്താവ് അറിയാതെ സ്ഥലം വാങ്ങിച്ചിട്ടു. കാരണം ഭർത്താവ് പറഞ്ഞാൽ അത് വിൽക്കാൻ പറയും. അതുകൊണ്ട് അവർ ആരും അറിയാതെ അവർ സ്ഥലം മേടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ ആ സ്ഥലം ആരും അറിയാതെ അങ്ങനെ കിടന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴാണ് അവരവരുടെ ഒരു വീട് വയ്ക്കാൻ അവരിങ്ങനെ സ്ഥലം ഇട്ടിട്ടുണ്ട് എന്ന കാര്യം തന്നെ ഇവർ പറയുന്നത്. അപ്പോഴും ആ പുള്ളി ഭർത്താവ് പറഞ്ഞു ഇത് വിറ്റിട്ട് നമുക്ക് ആ പൈസ കൊണ്ട് വേറെ സ്ഥലം മേടിക്കാമെന്ന്. പക്ഷെ അന്ന് അവർ വിട്ടിരുന്നെങ്കിൽ ആ പൈസ അങ്ങനെ പോയേനെ. അവരെന്തോ ഭാഗ്യം കൊണ്ടത് വിറ്റില്ല. ഇപ്പം അവർ വളരെ ഇപ്പം പിള്ളേരൊക്കെ കല്യാണം കഴിച്ചൊക്കെ പോയി. എന്നാലും ആ ആൻറ്റിക്കും അങ്കിളിനും കയറി കിടക്കാനൊരു സ്ഥലമുണ്ട് ഈ ആൻറ്റിയുടെ ആ ഒരു സ്മാർട്ട്നെസ് കൊണ്ട്. അപ്പം ഞാനിത് സ്മാർട്ട്നെസ്സായിട്ടേ കണക്കാക്കുകയുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഒരാൾ നമ്മളുടെ ലൈഫിൽ വരുന്ന ആൾ അത്ര വലിയ മീൻസ് ഒരു എന്താ പറയുക ഇമ്മെച്ചുവേർഡായിട്ട് പെരുമാറുമ്പോൾ ഒരാളെങ്കിലും മെച്ചുവേർഡായിട്ട് പെരുമാറണം, എന്നാലേ ഭദ്രത ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ആൾ കൺട്രോൾ ചെയ്യോട്ടെ, പക്ഷെ നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. നിങ്ങൾ പണം സമ്പാദിക്കണം നിങ്ങളുടെ ആവശ്യത്തിന്, മനസ്സിലായോ? ഇങ്ങനെ ഒരാൾ ഈ ജീവിതത്തിൽ ആളെ കൊണ്ടൊരു പേരിനൊരാളുണ്ടെന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണമില്ല. അയാൾക്ക് നല്ല ഗുണമുണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നല്ല ഗുണമുണ്ട് നിങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല. പേരിനൊരാളുണ്ട് വീട്ടിൽ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം നിങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയേണ്ടാത്ത കാര്യങ്ങൾ ആ പേഴ്സൺ അറിയണ്ട എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയരുതെന്നാണ് യൂണിവേഴ്സ്. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ നാക്കിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എല്ലാ കാര്യങ്ങളും പേഴ്സണോട് പറയണ്ടെന്നാണ്. അത് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിലും നിങ്ങൾ പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, മനസ്സിലായി? ഐസൊലേറ്റഡ് ആയിട്ടിരിക്കണം. എന്താ പറയുക, അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല, നിങ്ങൾ വഴി തെറ്റിപ്പോകും, മനസ്സിലാവണ്ടോ? കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യം കെടുത്തും. കാരണം നിങ്ങൾക്ക് ആദ്യമാണ് പൈസ എവിടെ നിന്ന് വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പതുക്കെ ഒരു സേവിങ്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആവുകയും ചെയ്യും. ഈ പേഴ്സൺ ആവശ്യത്തിന് പൈസ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ പേഴ്സൺ സന്തോഷിക്കും. മാക്സിമം നിങ്ങളുടെ പൈസ ഈ പേഴ്സൺ പിടുങ്ങുന്നുണ്ട് എന്ന്, മനസ്സിലാവണ്ടോ? അപ്പോൾ അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ആരും ഇല്ലാണ്ടാവും, ഒന്നും ഇല്ലാണ്ടാവും, ഒരു കിടപ്പാടം പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് വെർഗോ ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മഹാശിവരാത്രിയോട് കൂടി ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇത് ഈ കുണ്ടലിനി യോഗ, ഇത് നിങ്ങൾക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മീൻസ് എന്ത് പറയണം ഏത് പറയണം എന്നൊന്നും അറിയാത്തത്. കുണ്ടലിനി യോഗ, അപ്പോൾ അത് ക്ലെൻസ് ചെയ്യണം. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഓം നമോ ഭഗവതേ രുദ്രായ ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ, ധൈര്യം കിട്ടാനും മനസ്സ് സ്ട്രോങ് ആവാനും വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളത് ലവ് ആൻഡ് ഹാർമണി വെയിറ്റ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോണതുപോലെ പോകട്ടെ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സെൽഫ് സഫിഷ്യൻറ്റും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് നോ പറയേണ്ട സമയത്ത് നോ പറയാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരെ ബെറ്റർ ആകും. ചിലപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും അറിഞ്ഞ് പെരുമാറാനും ആ പേഴ്സണും ജോലി എടുക്കാനൊക്കെ തുടങ്ങും, മനസ്സിലായോ? അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാശിവരാത്രിയോട് അടുത്ത വർഷം, ഈ വർഷം ആണെന്ന് തോന്നുന്നില്ല, അടുത്ത വർഷം ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലവ്, സ്നേഹവും സന്തോഷവും എല്ലാം മടങ്ങി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുക കേട്ടോ. വെർഗോ, ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഇവിടെ ബാക്കി എല്ലാ സോഡിയക് സൈനും ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ,
ഇവിടെ വോൺസ് കണ്ടില്ല എന്ന് തോന്നുന്നു. ലിയോ ഇവിടെ ഒരു വോൺസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സോഡിയാക് സൈനും ഇവിടെ ഉണ്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ട് കണ്ടത് ഞാൻ പറഞ്ഞ സോഡിയാക് സൈൻ. ലിയോ ആണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്. നമുക്കിനി രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ കാർഡ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫിളും കൂടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കുള്ളത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് വേണം ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഒരു കാർഡാണ് ഇപ്പോൾ വീണിട്ടുള്ളത്, ഒന്നല്ല. ഇവിടെ 2 കാർഡ്. രണ്ടാമത്തെ കാർഡാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു നാശം വരുന്നുണ്ട്, ഒരു ഡിസ്ട്രക്ഷൻ. ഇത് ഡിസ്ട്രക്ഷൻ ആണ്. ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. Destruction is an inevitable part of creation. Be ready for an unanticipated and sudden big change in your life. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്, ഒരു നാശം വന്നിട്ട് അത് പക്ഷേ നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ആവും എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് വന്നാലും നിങ്ങൾ പേടിക്കേണ്ട. കാരണം നിങ്ങളുടെ ഗുഡ് ഫോർച്യൂണിൻ്റെ സമയമാണ് എന്നാണ് പറയുന്നത്. You are regarded as a cherished child of the divine deity bestowed with his divine grace. അവ ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹം നല്ലോണമുണ്ട്. നിങ്ങൾ വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ കണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നൈറ്റ് ഓഫ് വാൻസ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉഴപ്പായ എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്ലേർട്ടിങ്ങും കുറച്ച് ഇല്ലായ്മയും കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. മനസ്സിലായോ? എന്ന് വെച്ചാൽ ആരാണ് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് തരാത്തതെന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും കൊടുക്കാത്തത്. കാരണം നിങ്ങൾ ഷുവർ അല്ലായിരിക്കും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് കുറേ ഉണ്ടാവാം. അതിൽ ആരെ ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴും വളരെ ഇമ്മച്യൂർഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ വേറെ പലരെയും വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു എനർജി, അങ്ങനെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കാം. എയ്സ് ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾസ്. 8 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്തിട്ട്, ഇത് 8 കാലിയാണ്. 8 കാലി വല വിരിച്ചിട്ട്. 8 കാലി എന്തിനാണ് വല വിരിക്കുന്നത്? അതിനകത്ത് ഭക്ഷണം കിട്ടാൻ വേണ്ടി. അപ്പോൾ വരുന്ന സാധനങ്ങൾ അതിനകത്ത് കുടുങ്ങിയിട്ട് അതുങ്ങളെയാണ് 8 കാലി അതുങ്ങളെ ഭക്ഷണം കഴിക്കുകയല്ല, അതുങ്ങളുടെ ഉള്ളിലെ സത്ത് ഊറ്റിയെടുക്കുകയാണ് 8 കാലി ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ പിശട് കളയും. അങ്ങനെയാണ് നമ്മൾ ഫ്ലൈസിൻ്റെ എല്ലാം പ്രാണികളുടെ എല്ലാം ജഡങ്ങൾ നമ്മൾ കാണുക. അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടല്ലോ പൊള്ളയായിരിക്കും, അത് മുഴുവൻ 8 കാലി കഴിച്ചിട്ടുണ്ടാവും. അതാണ് ഈ പേഴ്സൻ്റെ എനർജി എന്നാണ് പറയുന്നത്. ഒരു 8 കാലിയാണ്, വലവിരിച്ചിരിക്കുകയാണ്, സ്നേഹം അഭിനയിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് ശരിക്കും ഒരു വളരെ ഉഴപ്പുള്ള, നിങ്ങളോട് ഒട്ടും കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പറഞ്ഞതില്ല നിങ്ങളോട്, പക്ഷെ കാണുന്നത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഇത്രയുമാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ? ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണിത്. റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു സിറ്റുവേഷനാണിത്, റിലേഷൻ അല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓക്കെ, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ. പേജ് ഓഫ് വാൻസ്, ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്.
മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ ഒരാളുമായിട്ടല്ല ഒരാൾ ഡീൽ ചെയ്യുന്നത്, അവിടെ വേറെ ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരാൾക്ക് ഇവിടെ കമ്മിറ്റ്മെന്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ മറ്റേ ആൾ കമ്മിറ്റ്മെന്റ് തരാനായിട്ട് എക്സ്ക്യൂസാണ് പറയുന്നത്. വീട്ടുകാർ സമ്മതിക്കില്ല, അമ്മ സമ്മതിക്കില്ല, അമ്മ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവും, നമ്മൾ രണ്ടുപേരും രണ്ട് റിലീജിയനിലുള്ളവരാണ് എന്നൊക്കെ. ഇവിടെ ലോങ് ടേം പ്ലാൻ ഉണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലേ, നിങ്ങളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കല്യാണം കഴിച്ചാലും ഫ്യൂച്ചർ അത്ര സക്സസ്ഫുൾ ആകില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന ഒരാൾ. അപ്പോൾ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. ആ പേഴ്സൻ്റെ തലയിൽ മീൻസ് സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ മുതുകത്ത് ചാരി എന്നാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഈ പേഴ്സൺ. ഇടയ്ക്ക് നിങ്ങളോട് സംസാരിക്കും, ഇടയ്ക്ക് എന്തുണ്ട് വിശേഷം എന്നൊക്കെ. അപ്പം നിങ്ങൾ അകന്ന് പോകാൻ നോക്കുമ്പോൾ ഈ പേഴ്സൺ പിന്നെ നിങ്ങളെ പിന്നെയും ചരട് വലിച്ച് ഈ പേഴ്സണിൻ്റെ ട്രാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നാണ് പറയുന്നത്. പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരില്ല, അത് ഒരിക്കലും തരില്ല എന്നാണ് പറയുന്നത്. കാരണം പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സണെ റിലീജിയനോ ബന്ധുക്കളോ ഒന്നും പ്രശ്നമാകില്ല. എപ്പോഴും നമ്മളോട് എക്സ്ക്യൂസ് പറയുന്നത് അവർ അതിൽ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ലിയോ, സ്കോർപിയോ, ടോറസ് ഇത്രയും പേരെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പ്, ഈ പേഴ്സണ് സ്ട്രെസ് ഉണ്ട്, ഈ പേഴ്സണും സ്ട്രെസ് ഉണ്ട്. കാരണം ഈ പേഴ്സണ് പറ്റിയ ഒരാളെ ഈ പേഴ്സണ് കിട്ടുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ സൈഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളല്ലാതെ കല്യാണാലോചനകൾ വരുന്നുണ്ട്. ഈ പേഴ്സൺ തന്നെ മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ. മനസ്സിലായി? ആരെങ്കിലും വേറെ ബെറ്റർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെ വെറുതെ വലിപ്പിക്കുകയാണ് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ. അതൊരു സാധനം. ഓക്കെ, എന്താണ് അടുത്ത 72 മണിക്കൂറിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത്? അടുത്ത 72 hours നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവുമെന്ന് ഇവിടെ നമ്മൾ കണ്ടു അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങളെ കര പറ്റിക്കും ദൈവം. എത്ര ഭയങ്കര ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ ഓറക്കൽ മെസ്സേജ് കണ്ടു. പക്ഷെ അത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 72 മണിക്കൂറിൽ ഇവരുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത്? ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? അടുത്ത 72 മണിക്കൂറിൽ ഇവരുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഒരു ഡെത്ത് കാണിക്കുന്നുണ്ട്, ഒരു അവസാനം. ഇവിടെ ഹെയറോഫാൻറ്റും വന്നിട്ടുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസ്, ഇത് ഹസ്ബൻഡ് വൈഫാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. സ്ത്രീ ആയാലും പുരുഷനായാലും ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ് ആരോടും. പക്ഷേ അവർക്കും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല പേഴ്സൺ. എന്താ പറയുക, അവരുമായിട്ട് മാരീഡ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇത് ഹസ്ബൻഡ് വൈഫാണ്, ഇതൊരു കപ്പിളാണ്. അവർ നിങ്ങളുടെ ലൈഫിലുള്ള ആൾ ഓൾറെഡി ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. ആരോ ഇതിപ്പോൾ അതോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കും. നിങ്ങളോട് ആരോ പറയാൻ പോകുന്നുണ്ട്. അത് നിങ്ങളത് അറിയും 72 മണിക്കൂറിനുള്ളിൽ. അത് പെട്ടെന്നാണ് നിങ്ങളുടെ മീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കാണാനിട വരും അവരെ ഒരുമിച്ച്. അതല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോടത് പറയാനാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് ഇത് വന്ന് പറയാൻ പോകുന്നത്. അവർക്കൊക്കെ നേരത്തെ അറിയുന്ന കാര്യമാണ്, അവരൊന്നും നിങ്ങളോട് പറയാതിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ സ്ട്രെസ്സ് അതിര് വിട്ടു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പറയുന്നതാണ് ഭേദമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ നിങ്ങളിത് അറിയും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആവും. ഇത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ ഇതൊരു ആൻറ്റി ക്ലൈമാക്സ് പോലെയാവും.
എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനും പാടില്ല, നിങ്ങളത് ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഒരു ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്, ഒരു എൻഡിങ്, അവസാനം 72 മണിക്കൂറിനുള്ളിൽ അതിനുള്ള തുടക്കമാകും റിലേഷൻഷിപ്പ് അവസാനിക്കാനുള്ളത്. കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനിട വരും. അത് പെട്ടെന്നാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ആ കാര്യം വരാൻ പോകുന്നത്. മനസ്സിലായി? പക്ഷെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു മനസമാധാനമാണ് വരാൻ പോകുന്നത്. ഇതറിയുമ്പോൾ നിങ്ങൾ വളരെയധികം ആശ്വാസമാവും, നിങ്ങൾക്ക് ടെൻഷൻ അല്ല. അപ്പോഴേക്കും ഇപ്പം നിങ്ങൾ ഓൾറെഡി ടെൻസ്ഡ് ആണ്, ആ ടെൻഷൻ അങ്ങനെ തന്നെ അങ്ങോട്ട് റിലീസാവും. കുറേ നേരം നിങ്ങൾ കരയുമായിരിക്കാം, മനസ്സിലായി? 2-3 ദിവസമൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ നിങ്ങൾ അതിൽ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ദൈവം നിങ്ങളെ സഹായിക്കും, ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ കടന്നു പോകാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു നിങ്ങൾ അറിയാനിട വരും ഈ പേഴ്സന്റെ കാര്യം. ഇവിടെ സ്കോർപിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ പൈസസ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ കല്യാണം കഴിക്കാൻ ഇരിക്കുകയാണോ, അതോ തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? പക്ഷേ ഈ പേഴ്സൺ പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അവരെ ഉപേക്ഷിച്ചിട്ട്, ആ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന്? ദൈവത്തിനറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് ഈ പേഴ്സണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്നപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പേഴ്സൺ ആള് ശരിയല്ല, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആള് ശരിയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല, വെറുതെ ഉഴപ്പാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് അവർ സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക, അവരാണ് നിങ്ങളുടെ സപ്പോർട്ട് ആവാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ടെൻഷൻ ഉള്ള സമയത്ത് അവരാണ് നിങ്ങൾക്ക് സപ്പോർട്ട്. അപ്പോൾ അവർ പറയുന്നത് വിശ്വസിക്കുക. ഈ പേഴ്സൺ ഭയങ്കര പണമുള്ള ആളാണ്. അപ്പോൾ ഈ പണത്തിന്റെ പുറകെ ഓടുന്നവര് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടാൻ വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ റിലേഷൻഷിപ്സ് അവർ നോക്കുക. അവർക്ക് റിലേഷൻഷിപ്പിൽ ഇമോഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമല്ല, അവർ ഓൾറെഡി ഫിനാൻഷ്യലി ഇൻവെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ അവർ വേറൊരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ്. അപ്പോൾ അവർ ഈ അന്വേഷിക്കുന്നത് വെറുതെ ടൈം പാസിനുള്ള റിലേഷൻഷിപ്പാണ്. അതിലാണ് നിങ്ങൾ ചെന്ന് കയറിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് അവരെയും അവോയ്ഡ് ചെയ്തു. ഫ്രണ്ട്സിനെ, അവരൊക്കെ എന്നോട് അസൂയാണ്, ഇത്രയും വലിയ ആൾ എൻ്റെ ലൈഫിലേക്ക് വന്നത്, ഇത്രയും സുന്ദരിയായ സ്ത്രീ അല്ലെങ്കിൽ ഇത്രയും പൈസ ഉള്ള ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് അസൂയ ആയതുകൊണ്ടാണ് അവർ എന്നോട് നുണ പറയുകയാണ്, ആ പേഴ്സണെ എൻ്റെ ഹാപ്പിനെസ്സിൽ സന്തോഷിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത്. അസൂയാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവരെ ഉപേക്ഷിച്ചത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പോവുക. അവരോട് ക്ഷമ പറയാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ക്ഷമ പറയുക കേട്ടോ. കാരണം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കും ആ കുഴപ്പമില്ല, മനസ്സ് മാറും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ അത് പോസിബിൾ അല്ല. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടില്ല. ഇവിടെ വെറുതെ നിങ്ങൾ നിൽക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ പേഴ്സണെ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ഈ പേഴ്സണ് സമയമില്ല. ചിലപ്പോൾ പൈസ തരുമായിരിക്കാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. നിങ്ങളോടുള്ള സിമ്പതിയാണ് ഈ പേഴ്സൺ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോ എന്ത് റിലേഷൻ, നിങ്ങളുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരും ചോദിക്കില്ല എന്നൊരു ധൈര്യം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് പറയും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആരാണ് അവരിലേക്ക് തിരിച്ചു പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അക്വേറിയസ്, ഏരീസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, വെർഗോ പൈസീസ്, ടോറസ്, സ്കോർപിയോ, ലിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ബാക്കി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, വേറെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അത് കണ്ടല്ലോ ഇവിടെ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത് നിങ്ങൾക്ക് കുറേ മനസ്സിന് വിഷമം ഉണ്ടാക്കും ഈ സിറ്റുവേഷൻ കേട്ടോ. നിങ്ങൾക്കൊരു മനസ്സിലൊരു തോന്നലുണ്ട് ഈ പേഴ്സൺ വേറെന്തോ ഒളിക്കുന്നുണ്ടല്ലോ എന്ന്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം
അത് നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ നിങ്ങൾക്കതൊരു ഷോക്ക് ആവുമെങ്കിലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീഡിങ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ ഭഗവാനെ ഓം നമഃ ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഭഗവാനെ. ഒരു ചേഞ്ചിൻ്റെ കാർഡ് വന്നിട്ട് അത് അതുപോലെ പോയി. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ടെന്നെങ്കിലും ഓക്കെ. ഇനി കാർഡ്സ് വരുമെന്ന് നോക്കാം. ഇല്ല, ഈ ഒരു കാർഡ് ഈ കാർഡ് പറയുന്നത് എന്താണെന്നറിയോ? എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാളുണ്ട് ഓക്കെ. നിങ്ങൾ ഹാപ്പി ആണോ ആ പേഴ്സണോട്? അതാണ് ചോദ്യം. കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അയാൾ പോരാ എന്നൊരു തോന്നൽ, നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും പോരാ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. യൂണിവേഴ്സ് എന്താ പറയുന്നത് അറിയുമോ? സ്റ്റെപ്പ് ഇൻ ടു എ വേൾഡ് ബ്രിമ്മിങ് വിത്ത് ന്യൂ പോസിബിലിറ്റീസ് അലോങ് സൈഡ് യുവർ സോൾമേറ്റ്. നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണ് പറയുന്നത്. ഈ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആണെന്ന് നമ്മളുടെ വിചാരം. ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട് അന്വേഷിച്ച് നടന്നിട്ട് കണ്ടുപിടിച്ച് അവരെ പറഞ്ഞ് തിരിച്ചറിവായി ഭയങ്കര സ്നേഹം, എല്ലാവരും എതിർത്ത് ഭയങ്കര ജീവിതകാലം മുഴുവനും ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ആ സിറ്റുവേഷൻ അല്ല സോൾമേറ്റ് കണക്ഷൻ. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. മനസ്സിലായോ? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചുപദ്രവിക്കാനായിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവരെ കുറച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതിലും ബെറ്ററായ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ വന്നതൊന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ഇവരെ തിരിച്ചറിയുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ പേഴ്സൺ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ദൈവം അയച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് മനസ്സിലാവാത്ത അത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എംപ്രസ്. ഇവിടെ ഒരു ഗ്രോത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ എംപ്രസ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിനിയാണ്, വളരെ പവർഫുള്ളാണ്, ഇഷ്ടംപോലെ പണമുണ്ട്, സ്വത്തുണ്ട്, ഭൂസ്വത്തുണ്ട്, മൃഗങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഒരു അമ്മയുടെ എനർജി, വളരെ നർച്ചറിങ് കെയറിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ വളരെ പ്രോസ്പെറസ് ആയ നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. ഒരു ഗ്രോത്ത് പോസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ അത് ഗ്രോത്ത് പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 4 of Wands, ഇതൊരു മാരീഡ് റിലേഷൻഷിപ്പാണെന്നാണ് പറയുന്നത്. സക്സസ്ഫുൾ ആവണം ഇത്, അങ്ങനെയാണ് കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് വരുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ എന്താ പറയുക, ചുറ്റും അന്വേഷിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് എന്ന് പറയില്ല ആ പരിപാടി. അപ്പം നിങ്ങൾ വീട്ടിലുള്ള കാര്യം കാണുന്നില്ല, നിങ്ങൾ ചുറ്റുമാണ് അന്വേഷിക്കുന്നത്. ഈ പേഴ്സൺ അല്ല, ആ പേഴ്സൺ അല്ല, മറ്റേ പേഴ്സൺ അല്ല. ചെന്ന് കയറുന്നവരെല്ലാം നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ നടക്കുക. വീട്ടിലുള്ള ആൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു മാരേജ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. വെർഗോ പൈസസ് ആണ് കാണിക്കുന്നത്, മറ്റേ സോഡിയാക് സൈൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നത്?
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? കൊട്ട കാഴ്ച വന്ന് നിൽക്കുന്നുണ്ട്, എല്ലാം എടുക്കാൻ പറ്റില്ല, നോക്കാം. ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒട്ടും ഇമോഷണലി ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, സോഡിയക് സയൻസ് കാണിക്കുന്നത് സ്കോർപിയോ, ലീബ്ര, വെർഗോ ഇത്രയുമാണ്. അപ്പോൾ ഇവിടെ കാർഡ് തുടങ്ങുന്നത് 8 ഓഫ് കപ്സ് എന്നാണ്, ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ. എൻഡ് ചെയ്യുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അബാൻഡൻമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇമോഷണലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഇത് വിട്ടുകളയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. വിട്ടുകളയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് കൊണ്ടാണോ, അതോ വേറെ പല കാര്യങ്ങൾ? ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തില്ല, ആരും ഉണ്ടാവില്ല എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഇവിടെ തന്നെ നിൽക്കുക? നിങ്ങളുടെ മനസ്സിന് ഒട്ടും ഹാപ്പി അല്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനാണ്, ഈ പേഴ്സണോട് സംസാരിക്കില്ല, ഈ പേഴ്സണോട് ഒരു കാര്യവും പറയില്ല. നിങ്ങൾ കൂടുതൽ സമയം ഓഫീസിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണിൻ്റെ നെഗറ്റീവ് സൈഡ്സ് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ഒട്ടും എക്സൈറ്റ്മെൻ്റ് ഇല്ല നിങ്ങൾക്ക്. പക്ഷേ എന്നിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വേറൊരാൾ നിങ്ങളോട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ആ പേഴ്സണുമായിട്ട് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക്, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇരട്ടി തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഇത് വിടാനും പറ്റില്ല, എന്നാൽ എന്താ പറയുക, വിടാതെ ഇത് കണ്ടിന്യൂ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത് വിടണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് കയറണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു എനർജിയാണ്. എപ്പോഴും ഒരാൾ വേണം കൂടെ. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ധൈര്യം സംഭരിച്ച് ഇത് ഉപേക്ഷിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇതില്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ പോവുകയാണെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കാമെന്ന് കൺഫേം ചെയ്യണം, എന്നാലേ ഞാൻ പോവുള്ളൂ ഇവിടുന്ന് എന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് പറയുന്നത്. സോഡിയക് സയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് കിട്ടിയാലും ഹാപ്പി ആവാത്ത, തൃപ്തി വരാത്ത ഒരു എനർജിയാണ്, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ കൂടെ ദൈവം നിങ്ങളുടെ സ്വഭാവം അറിഞ്ഞിട്ടും ദൈവം നിങ്ങൾക്ക് നല്ലൊരാളെയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. തിരിച്ചറിയാനുള്ള മനസ്സില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നം. ആ കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. സ്കോർപിയോ, ലീബ്ര, വെർഗോ ഇത്രയും സോഡിയക് സൈനാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? എന്താണ് വരുന്നത്? അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു നിർഗുണനാണ് അല്ലെങ്കിൽ നിർഗുണയാണ് എന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ ഇവരുടെ ലൈഫിൽ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ട്, മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് സ്ട്രഗിൾ ആണ് വരാൻ പോകുന്നത്. ഈ പേഴ്സണെ പിടിച്ചു നിർത്താൻ നിങ്ങൾ നോക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങൾ 10 ഓഫ് കപ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കേണ്ടി വരും. കാരണം ഈ പേഴ്സണെ അന്വേഷിച്ച് ഒരാൾ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി വേറെ ആരോ ഉണ്ട്, അത് നിങ്ങൾക്കറിയില്ല. ഈ പേഴ്സണോട് നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഇത് ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ എക്സ് ആയിരിക്കും. ഈ പേഴ്സൺ നിങ്ങളോട് വന്നിട്ട് ഇവരെ വിവാഹം ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ നോക്കും. ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. നിങ്ങൾക്കത് പ്രാരാബ്ധമായിട്ട് മാറും. പിന്നെ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഈ പേഴ്സണെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ പേഴ്സൺ ഇഷ്ടംപോലെ പൈസയുണ്ട്, വളരെ ധനികനായ അല്ലെങ്കിൽ ധനികയായ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് പോകാൻ പോവാന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഇട്ട്
പ്രശ്നം ഈ പേഴ്സണ് അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഇപ്പം അതിനുള്ള ആ ഒരു കർമ്മഫലം അനുഭവിക്കാൻ പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കേട്ടോ. അപ്പോൾ ഒരാൾ ഈ പേഴ്സൺ ഇത് അതോടെ ഫൈറ്റ് തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ നിങ്ങൾക്കൊരു രക്ഷയില്ല, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഈ പേഴ്സണെ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. എക്സ് വന്ന് കയറാൻ പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഭയങ്കര തലവേദനയായിട്ട് മാറും. അവസാനം നിങ്ങൾ ഈ പേഴ്സണ് കിട്ടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഡിവോഴ്സും കുന്തും ഒന്നും നടക്കില്ല, നിങ്ങളുടെ ഒരു പ്ലാനും നടക്കില്ല. ഇത് വഴി തിരിഞ്ഞ് നിങ്ങൾ ഈ പേഴ്സണിലേക്ക് തന്നെ തിരിച്ചു പോകും. അതൊരു 10 ഓഫ് കപ്സ് ആയിട്ട് മാറും. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണം എന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അത് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും തിരിച്ച് നിങ്ങൾ ഈ പേഴ്സണിലേക്ക് തന്നെ പോകും. അതാണ് രസം. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത്. ഭയങ്കര അടിപിടി ബഹളം ഉണ്ടാവും ഇവിടെ. ഈ വരുന്നത് വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി. ചിലപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആവാം, ഒരു ബിസിനസ് ഓണർ ആവാം. ഇവർ ഈ പേഴ്സണിലേക്ക് തിരിച്ചു വരണം, ഈ പേഴ്സണെ തിരിച്ച് വേണം എന്ന് പറഞ്ഞാണ് വരുന്നത്. കാരണം ഇതിൽ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ഈ പേഴ്സൺ ഇവരെ ഡിവോഴ്സ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. എങ്ങനെ ഈ പേഴ്സണെ ഉപേക്ഷിക്കാമെന്നുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സണിൻ്റെ ഇപ്പോൾ പേഴ്സൺ സമ്പാദിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും, അതൊരു കാര്യമുണ്ട്. പക്ഷെ ഇവിടെ 2 ഷെയർ പോകും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, മനസ്സിലായി? അവസാനം നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് തന്നെ സെറ്റിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്സ് വരുന്നത്. പിന്നെ നിങ്ങൾ ഈ പേഴ്സണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഒരു സ്വീറ്റ് റിവെഞ്ച് പോലെ. അത് നിങ്ങളുടെ അല്ല, ആ പേഴ്സൻ്റെ അല്ല, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. യൂണിവേഴ്സിൻ്റെ ഒരു റിവെഞ്ച് ആയിട്ടാണ് കാണുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങളോട് പറയും നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് കിട്ടിയിട്ടും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാളാണ്. ആരോടും കൃതജ്ഞതയില്ല. കിട്ടുന്ന കാര്യത്തിന് ഒരു വിലയില്ല. നിങ്ങൾക്ക് എല്ലാത്തിലും നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കും. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആദ്യം സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സന്ദർഭത്തിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല, മനസ്സിലായോ? അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ കുറേ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പം പക്ഷെ നമുക്ക് ഇൻസെക്യൂരിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുമ്പോൾ നമ്മളത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ചിലർ അതോടെ തകർന്നു പോകും, വളരെ ഇൻസെക്യൂറായി മാറും. ചിലരത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് അഭിനയിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കും. ഇതൊന്നും എനിക്ക് പറ്റില്ല, ഞാനിതൊന്നും കഴിച്ച് ശീലിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ആദ്യം നിങ്ങൾ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക, കിട്ടുന്ന കാര്യങ്ങളിൽ ഹാപ്പി ആവുക. എനിക്ക് ഈ സാധനമാണ് കിട്ടിയത്, എനിക്ക് കൊള്ളൂല, എനിക്കിഷ്ടമല്ല ഈ സാധനം, ഇത് മാറ്റ് എന്ന് പറയുന്നതിന് പകരം അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ നോക്കുക. അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ യൂണിവേഴ്സിന് പിന്നെയും നിങ്ങൾക്ക് കാര്യങ്ങൾ തരാൻ തോന്നും, മനസ്സിലായോ? അതേസമയം കിട്ടുന്ന കാര്യത്തിലെയോ ഇതും കൊള്ളില്ല, അതും കൊള്ളില്ല, ഇതും കൊള്ളില്ല, ഏതു നേരം കൊള്ളില്ല എന്ന് നെഗറ്റീവ് പറയുമ്പോൾ വരുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കും, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചറിവ് തരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട്. അതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കുള്ളത്. സോഡിയാക് സൈൻ എല്ലാ സോഡിയാക് സൈനുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എല്ലാവരും ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളത് സാജിറ്റേറിയസ് ഉണ്ട്, ലീബ്ര, സ്കോർപിയോ, വെർഗോ, പിന്നെ ഇവിടെ വെർഗോ, പൈസീസ്, പിന്നെ ടോറസ്, ലീബ്ര.
അത്രയും സോഡിയാക് സൈനാണ് നിങ്ങളുടെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആരോഗ്യവും സമൃദ്ധിയും എല്ലാം അനുഗ്രഹിച്ച് തന്ന് നൽകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.